ഹായ്, വെൽക്കം ബാക്ക് ടു കെറ്റ്ലാൻ ക്രാഫ്റ്റ്സ്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. ഇവിടെ നല്ല തണുപ്പാണ്. ഡൽഹിയിൽ തണുപ്പും പൊല്യൂഷനും എല്ലാമാണ്. അപ്പോൾ ഇന്നാണെങ്കിൽ നമുക്ക് എങ്ങനെ ഇൻഡോർ പ്ലാന്റ്സ് തയ്യാറാക്കാം, ഈസിയായിട്ട് എങ്ങനെ ഇൻഡോർ പ്ലാന്റ്സ് തയ്യാറാക്കാം എന്നുള്ളതാണ് വീട്ടിൽ തന്നെ. ഓക്കെ, നമുക്ക് വീഡിയോ കാണാം. സിറാമിക്കിൻ്റെ ബൗള് ഇതുപോലെ മേടിക്കുക. ഹോൾസെയിൽ ആണെങ്കിൽ വില കുറച്ച് കിട്ടും. ഇപ്പം ഞാനൊരു 5 എണ്ണമാണ് മേടിച്ചത്. നമുക്ക് 300 രൂപ പറഞ്ഞ് ഞാൻ 200 രൂപയ്ക്ക് കിട്ടി. നമുക്ക് ഇതേപോലെ ഹോൾ ഉള്ളതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, ചെറിയൊരു കല്ല് വെച്ചിട്ട് ചെറുതായിട്ട് വെള്ളം പോവുകയും ചെയ്യണം, എന്നാൽ ഒത്തിരി പോകാനും പാടില്ല. അതിന് ശേഷം നമുക്ക് കോക്കോ പിറ്റ് എന്ന് ഉദ്ദേശിച്ചത് ചകിരച്ചോറാണ്. ഇവിടെ 250 രൂപയ്ക്കാണ് കിട്ടുന്നത്. ചകിരിച്ചോറും ബയോ കമ്പോസ്റ്റും കൂടി ചേർത്ത് ഇതുപോലെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. പിന്നെ സ്നേക്ക് പ്ലാന്റ്, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ചെടിയാണ് സ്നേക്ക് പ്ലാന്റ്. പല പല കളറുള്ളതുണ്ട് എൻ്റെ കയ്യിൽ. പിന്നെ അതേപോലെ നമുക്ക് ഇൻഡോർ പ്ലാന്റായിട്ട് ഏറ്റവും നല്ലതായിട്ട് യൂസ് ചെയ്യാവുന്നൊരു കാര്യമാണ്. അധികം വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ടൂർ പോവുകയാണെങ്കിലും നമുക്ക് നല്ലതായിട്ട് അത് വളർന്നോളും. പിന്നെ അതുപോലെ എയർ പ്യൂരിഫൈ ആണ്, നല്ലതായിട്ട് പൊടികളെല്ലാം വലിച്ചെടുക്കുകയും ചെയ്യും. അപ്പം ഞാൻ എന്ത് വെച്ചാൽ എൻ്റെ കയ്യിൽ കുറേ ഉണ്ട്. ഞാൻ ഇതേപോലെ തന്നെ എല്ലാം കട്ട് ചെയ്തെടുത്തതിന് ശേഷം ചെടികളൊന്ന് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം, വേര് കഴുകരുത്, ചെടികൾ മാത്രം കഴുകിയതിന് ശേഷം നമുക്ക് ഇതുപോലെ ബൗളിനകത്ത് മണ്ണ് നിറച്ചതിന് ശേഷം സെൻറ്ററിൽ വെച്ചതിന് ശേഷം വേണം മണ്ണിട്ട് കൊടുക്കാൻ. നല്ലൊരു കൈ കൊണ്ട് ഉറപ്പിക്കുകയും ചെയ്യണം. നല്ല തണുപ്പാണ് ഡൽഹിയിൽ ഇപ്പം. അതുപോലെ തന്നെ പൊല്യൂഷനും അധികമാണ്. എന്നാലും ഈ ചെടികളൊക്കെ ഉള്ളതുകൊണ്ടാണ് മുറിക്കകത്തൊക്കെ അത്ര പൊടികളില്ല. ഇതിനൊന്നും ആരും ക്യാഷൊന്നും കളയേണ്ട ആവശ്യമില്ല. നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാവുന്ന കാര്യമുള്ളൂ. എങ്ങനെ നമുക്ക് സിമ്പിളായിട്ട് ചെടികളൊക്കെ ഇങ്ങനെ നട്ടെടുക്കാം. കുറച്ചൊന്നും ഒരു ഇൻട്രസ്റ്റ് ഉണ്ടായാൽ മാത്രം മതി. അതിനുശേഷം നമുക്ക് ഈ ബൗളൊന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കാം. ഗ്ലാസ് ക്ലീനറും കൊണ്ടാണ് ഞാൻ ക്ലീൻ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നല്ലതായിട്ടെല്ലാം ക്ലീനൊക്കെ ആയി. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത്, ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാം. അപ്പം ഡിഫറെൻറ്റ് കളറിലെ സ്റ്റോൺ കിട്ടും. അത് പലയിടത്തും പല വിലയാണ്. ഇവിടെ 100 രൂപയാണ്. അപ്പോൾ ഇതേപോലെ നമുക്ക് നല്ലതായിട്ടൊന്ന് അലങ്കരിച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ സ്നേക്ക് പ്ലാന്റ് എങ്ങനെയുണ്ട്, ആർക്ക് നമുക്ക് വേണമെങ്കിൽ ഗിഫ്റ്റായിട്ട് കൊടുക്കാം. വീട്ടിലിതുപോലെ സ്റ്റാൻഡൊക്കെ മേടിച്ച് നമുക്ക് ഡെക്കറേറ്റ് ചെയ്ത് വെക്കാം. അങ്ങനെ പല യൂസും ചെയ്യാം. എങ്ങനെയുണ്ട്? ഇത് ഞങ്ങളുടെ മലയാളി അസോസിയേഷനിലേക്ക് ഞാൻ മൊമെൻറ്റോമായിട്ട് കൊടുത്തതാണ്. എങ്ങനെയുണ്ട്? അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടോ, എങ്ങനെയുണ്ടോ? എല്ലാവരും ഇതുപോലെ തന്നെ സ്നേക്ക് പ്ലാന്റ് എല്ലാ പ്ലാന്റ്സും നമുക്ക് ഇതുപോലെ തയ്യാറാക്കാം ഈസി ആയിട്ട്. വീട്ടിൽ വെക്കുന്ന ചെടികൾക്കൊക്കെ ചെറുതായിട്ട് ജസ്റ്റ് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. അതേപോലെ തന്നെ നമുക്ക് ചെറിയ വൈറ്റമിൻ ടാബ്ലറ്റ്സൊക്കെ ഇട്ട് കൊടുക്കാം. അപ്പോൾ നല്ല കളറായിട്ടൊക്കെ ഇരിക്കും. പിന്നെ സ്നേക്ക് പ്ലാന്റ് ആണെങ്കിൽ നമുക്കൊരു ഗുണമെന്ന് പറഞ്ഞാൽ അത് വെയിലത്ത് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ വീഡിയോ കണ്ടു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, ബൈ, സീ യു.